ഹായ്. സ്കൂൾ വെക്കേഷനായി ഇപ്പോൾ 12th പഠിക്കുന്ന കുട്ടികളെല്ലാം എൻട്രൻസിന് വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ പല പുതിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും പല പുതിയ പുതിയ കോഴ്സുകളും ആരംഭിക്കുന്നുണ്ട്, മാറുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട്. ഇപ്പോൾ നമുക്കറിയാം പല കുട്ടികളും നീറ്റും ജെഇയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ ഫ്രണ്ട്സും പോയപ്പോൾ അവരും പോയി. പക്ഷേ ഇപ്പം നീറ്റ് എക്സാമിനേഷനൊക്കെ അടുക്കാറായപ്പോൾ പല കുട്ടികൾക്കും അത് വേണോ എന്നൊരു ചിന്ത വലിയ കാര്യമായിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ആ കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലാതെ മറ്റെന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാളും പ്രധാനമാണ് എവിടെ പഠിക്കുന്നു എന്നുള്ളത്. നമ്മൾ പഠിക്കുന്നൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രൗഡാകുന്നൊരു സാധനമാണ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നമുക്കെല്ലാം അറിയാം. ഇന്ത്യയിലെ ഏറ്റവും റാങ്ക് നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. അത് IISc എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇപ്പോൾ ഏകദേശം 111 വർഷങ്ങൾക്ക് മുമ്പ് ജാംഷഡ്ജി ടാറ്റ, അന്നത്തെ ആദ്യത്തെ ടാറ്റ, അവരും മൈസൂർ കൊട്ടാരവും പിന്നെ ഗവൺമെൻറ്റും കൂടി ചേർന്നുണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു സയൻസ് പഠന കേന്ദ്രമാണ്, സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന കേന്ദ്രമാണ് IISc. അപ്പോൾ ധാരാളം അലുമിനീസ് ലോകത്ത് ഭാരതരത്നവും ഒരുപാട് ലോകത്തുള്ള വലിയ വലിയ അവാർഡുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരുപാട് പ്രഗത്ഭന്മാരെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് IISc എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ സാധാരണ ഇതിൽ PG പ്രോഗ്രാംസ് മാത്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുള്ളത്. അപ്പോൾ ഇത്തവണ എല്ലാം ഒരു 2 വർഷം മുമ്പ് അവർ UG പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് BSMS എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. അത് നീറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ JEE അഡ്വാൻസ് ഓർ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT, അപ്പോൾ IIT, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു BSMS എന്ന് പറയുന്ന സയൻസ് പ്രോഗ്രാം, ഇറ്റ് ഈസ് എ BS പ്രോഗ്രാം, നോട്ട് MS, സോറി, ഇത് BS ആണ്, 4 വർഷത്തെ BS പ്രോഗ്രാം. ഈ BS പ്രോഗ്രാം ഏറ്റവും റെപ്യൂട്ടഡ് ആണ്. ഇപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും അവർ സോർട്ട് ആഫ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കോളേജ് അതായിരിക്കും. ഏകദേശം 111 സീറ്റാണ് ഉള്ളത് അവിടെ. 111 സീറ്റാണ് ഈ BS പ്രോഗ്രാമിനുള്ളത്. അത് പ്യൂർ സയൻസ് ആണ്. അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും പിന്നെ ബയോളജിയും പിന്നെ കുറച്ച് ഹ്യൂമാനിറ്റീസും ഇംഗ്ലീഷും എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം വളരെയധികം സ്റ്റേറ്റ് ഓഫ് ആർട്ട് യൂണിവേഴ്സിറ്റികളിൽ സയൻസ് പഠിക്കാൻ പോകുമ്പം ഒരുപാട് പേപ്പർ ഹ്യൂമാനിറ്റീസ് പഠിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എപ്പോഴും സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു കമ്പൈൻ സ്റ്റഡി കൊണ്ട് മാത്രമേ ഒരു കുട്ടിക്കൊരു, നമ്മളെന്തിനാണ് ഒരു സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നത്, സമൂഹത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ. അപ്പോൾ സമൂഹത്തിനെക്കുറിച്ചും ജനറൽ നോളജുള്ള കുട്ടികൾക്ക്, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക്, സയൻറ്റിഫിക് ടെമ്പറാമെൻ്റുള്ള കുട്ടികൾക്കൊക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ഒരു പക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ BS പ്രോഗ്രാം ആയിരിക്കും. അതുപോലെ ഐസറുകളിലൊക്കെ ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി പിന്നെ പറയാം. പിന്നെ IIScയിലുള്ള ഒരു പുതിയ പ്രോഗ്രാം എന്ന് പറയുന്നത് BTech ഇൻ മാത്തമെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. വളരെ ലുക്രേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഏകദേശം 2022 മുതൽ തുടങ്ങിയതാണ്, ഓഗസ്റ്റിൽ. അപ്പോൾ IIT JEE അഡ്വാൻസ് വഴിയാണ് അഡ്മിഷൻ കിട്ടുന്നതിനകത്ത്, അഡ്വാൻസ് വഴി. അപ്പോൾ BTech മാത്തമെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ BMath എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പല കോളേജുകളിലും. BMath ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ CSE ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ സ്കില്ലും മാത്തമെറ്റിക്കൽ സ്കില്ലും കൂടി വളരെ ഗംഭീരമായി സമ്മേളിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. ഇപ്പം ഡേറ്റാ സയൻസ് പോലെ AI പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള എൻജിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് BTech ഇൻ മാത്തമെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും മിടുക്കന്മാരായിരിക്കണം. JEE അഡ്വാൻസ് വഴിയാണ് അഡ്മിഷൻ. 52 സീറ്റേ ഉള്ളൂ. പക്ഷേ അവർ വളരെ സ്പെഷ്യലും ആയിരിക്കും 52 പേരും. കാര്യം
IASലെ പ്രൊഫസർമാർ അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരിക്കുലമാണത്. അപ്പോൾ വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട കോഴ്സുകളെന്ന് പറയുന്നത്, ഒന്ന് BS പ്രോഗ്രാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, BTech മാത്തമെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പൊതുവേ ഉണ്ടായിരുന്നത് PG പ്രോഗ്രാംസ് ആയിരുന്നു. ഇപ്പം UGയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ അടുത്തൊരു പ്രധാനപ്പെട്ട കോളേജ്, ഒരു IITയിലോ എവിടെയെങ്കിലും ഉള്ള ബാക്കി ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തും. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. പല ഫോം ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയും ഏത് കോഴ്സ് എടുക്കണം വേണമെന്നുള്ള സംശയം കാണും. ഇപ്പോൾ നീറ്റ് എഴുതുന്നവർക്ക് MBBS അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ JEE ചെയ്യുന്നവർക്ക് BTechന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് മറ്റ് കോഴ്സുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോഴ്സസും ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഈ ഒരു പങ്ക്തിയിൽ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടിയും പറയും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ആൻഡ് സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.